ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ നിയോഗം വയ്ക്കാറുണ്ടോ? കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ കൂടിയും പ്രത്യേക നിയോഗം സമർപ്പിച്ച് പങ്കെടുക്കുന്നവരായിരിക്കണമെന്നില്ല നമ്മിൽ പലരും. കാരണം പലർക്കും അതേക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. എന്നാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിയോഗം വയ്ക്കണമെന്നും ഒരു നിയോഗമല്ല ഒന്നിലധികം നിയോഗങ്ങൾ വയ്ക്കണമെന്നും പറയുകയാണ് മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരി. നസ്രത്ത് സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപക പിതാക്കന്മാരിലൊരാളും കേരളത്തിൻ്റെ ധ്യാന ഗുരുവെന്നറിയപ്പെടുന്ന ആത്മീയ പിതാവുമായിരുന്നു അദ്ദേഹം. അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാനയ്ക്ക് അമൂല്യമായ വിലയാണുള്ളത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. കിണറ്റിൽ നിന്ന് ഒരു പാളയും കയറും ഉപയോഗിച്ച് വെള്ളം കോരിയാൽ ഒരു പാള വെള്ളം മാത്രമേ കിട്ടൂ. എന്നാൽ പല പാളയും കയറും ഉപയോഗിച്ചാൽ ഒരേ സമയം അത്രയും വെള്ളം കൂടുതൽ കിട്ടും. ഇതുപോലെ കുർബാനയ്ക്ക് എത്ര നിയോഗം വെച്ചാലും അത്രയും ഫലം കിട്ടും. ഒന്നേ വെക്കുന്നുള്ളൂവെങ്കിൽ ഒരു ഫലം മാത്രമേ ലഭിക്കൂ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട പല കാര്യങ്ങളും വിശുദ്ധ കുർബാനയിൽ വർഷങ്ങളോളം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മക്കളില്ലാതിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി 10 വർഷത്തോളമാണ് വിശുദ്ധ കുർബാനയിൽ നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചത്. വൈദികൻ ഈശോയുടെ ശരീരവും രക്തവും എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ണുനീരോടെ ആ മകളെ ഞാൻ സമർപ്പിക്കുമായിരുന്നു. അവർ പോലും പ്രാർത്ഥിച്ചു മടുത്ത് നിരാശരായി കഴിയുന്ന സമയത്തും എനിക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു ഈശോ അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുമെന്ന്. അങ്ങനെ 14 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു. വിശുദ്ധ കുർബാനയിൽ നീ ഒരു നിയോഗം സമർപ്പിച്ചിട്ടുണ്ടോ? പിന്നീട് നീ അതെപ്പോഴെങ്കിലും മറന്നുപോയാൽ പോലും ഈശോ അത് മറക്കത്തില്ല. സമയത്തിൻ്റെ തികവിൽ ആ അനുഗ്രഹം നിന്നെ തേടിയെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിയോഗം വയ്ക്കാം. മാത്രമല്ല, ഒരു നിയോഗത്തിനു പകരം ഇന്നു മുതൽ നിങ്ങൾ ഒന്നിലധികം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇതോടൊപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞു വിശുദ്ധിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആദ്യ കുർബാന സ്വീകരിക്കാനായി ഒരുങ്ങുന്ന കുട്ടികളോട് ഈ കുഞ്ഞു വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ സ്വർഗീയ മധ്യസ്ഥയാണ് വാഴ്ത്തപ്പെട്ട ഇമെൽഡ ലാംബർട്ടിനി. ചെറുപ്പം മുതൽ വലിയ ദിവ്യകാരുണ്യ ഭക്തിയായിരുന്നു ഇമെൽഡ. അമ്മയോടൊപ്പം ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ അവൾ ഈശോയെ സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. 5-ാം വയസ്സിൽ അവൾ തൻ്റെ ഇടവക വികാരിയോട് തനിക്ക് ദിവ്യകാരുണ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ 14 വയസ്സ് പൂർത്തിയാകാതെ ദിവ്യകാരുണ്യം നൽകാനാവില്ലെന്ന സഭാ നിയമം പറഞ്ഞ് വികാരിയച്ഛൻ ആ കുഞ്ഞിനെ തിരിച്ചയച്ചു. ഒടുവിൽ 11-ാം വയസ്സിൽ 1333 മെയ് 12 നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനം ഇമെൽഡ അമ്മയുമൊത്ത് ദിവ്യബലിക്കെത്തി. അവൾ എന്നത്തെയും പോലെ വെള്ള വസ്ത്രം ധരിച്ചിരുന്നു. പുരോഹിതൻ എല്ലാവർക്കും ദിവ്യകാരുണ്യം കൊടുക്കുന്ന സമയത്ത് ഇമെൽഡയും ദേവാലയത്തിന് നടുവിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ എന്നവണ്ണം മുട്ടുകുത്തി. എന്നാൽ പുരോഹിതൻ അവളെ നോക്കിയതുപോലുമില്ല. എന്നാൽ ദൈവം ആ കുഞ്ഞിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ തീരുമാനിച്ചു. പുരോഹിതന്റെ സിബോറിയത്തിൽ നിന്ന് ഒരു തിരുവോസ്തി സ്വയം പ്രകാശിച്ച് വായുവിൽ ഉയർന്നു. അത് കുഞ്ഞ് ഇമേൽഡായുടെ മുന്നിൽ വന്നു നിന്നു. അവൾ വായു തുറന്നു, നാവ് നീട്ടി. ആ ദിവ്യകാരുണ്യം അവളുടെ നാവിൽ അലിഞ്ഞില്ലാതായി. തൽക്ഷണം അവൾ നിലം പതിച്ചു. ആ ദേവാലയത്തിൽ വെച്ച് തന്നെ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു, യേശുവിനൊപ്പം സ്വർഗത്തിലേക്ക്. അപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖത്ത് തൻ്റെ ആഗ്രഹം ഈശോ സാധിച്ചു തന്നതിലുള്ള ഒരു പുഞ്ചിരി തങ്ങി നിന്നിരുന്നു. 1826 ഡിസംബർ 20 ലിയോ 11 പാപ്പ ഇമേൽഡ ലംബോർട്ടിനിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ആദ്യ കുർബാനയ്ക്കായി ഒരുങ്ങുന്ന കൊച്ചുകുട്ടികളൊക്കെ ഓർത്തിരിക്കുക, നിങ്ങളുടെ മധ്യസ്ഥയാണ്, സ്വർഗീയ മധ്യസ്ഥയാണ് വാഴ്ത്തപ്പെട്ട ഇമെൽഡ ലാംബർട്ടിനി. പ്രിയ സഹോദരങ്ങളെ,
വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദിവ്യകാരുണ്യ ഭക്തിയിൽ നമുക്ക് അനുദിനം വളർന്നു വരാനായി പരിശ്രമിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.